അപ്പൊ ഈ വ്യക്തി തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പിന്നെയും പഴയ പോലെ ആ വ്യക്തിയോട് കംപ്ലീറ്റ് ആയിട്ട് വഴങ്ങി ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെയും ഇതേ സൈക്കിൾ ആവർത്തിക്കും. മനസ്സിലായോ? വെച്ചാൽ പിന്നെയും ഇത് നോ കോണ്ടാക്റ്റിൽ ഈ വ്യക്തി ദുരുപയോഗം ചെയ്യും നിങ്ങളുടെ കാര്യങ്ങള്. എന്നിട്ട് പിന്നീട് നിങ്ങൾ പിന്നെയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോവുക. ഇതിങ്ങനെ കാരണം ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പൊ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഒരു വര വരയ്ക്കണം. ഇതാണ് എന്റെ പരിധി, ഇതിനിപ്പുറത്തേക്ക് കടക്കരുത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നേരത്തെ ഞാൻ സമ്മതിച്ചു തന്നിരുന്നു നിങ്ങളോടുള്ള കൂടുതൽ കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ അത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ഇനി എനിക്കിതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സംസാരിക്കണം. എന്നാലേ ഈ റിലേഷൻഷിപ്പ് നല്ലൊരു വഴിയിലേക്ക് പോകുള്ളൂ. ഇവിടെ നിങ്ങൾ പഴയ പോലെ തന്നെ പെരുമാറുകയും ഈ വ്യക്തി പഴയ എനർജിയുമായിട്ട് വരുമ്പോൾ പിന്നെയും അതേ ചക്രമാണ് നിങ്ങൾ ആവർത്തിക്കാൻ പോകുന്നത്. പിന്നെയും ഇത് നോ കോണ്ടാക്റ്റിലേക്ക് പോകും. അപ്പൊ അതിന് പകരം നിങ്ങൾ തീരുമാനിക്കുക, ഈ വ്യക്തി വരുന്നുണ്ട്, രണ്ട് കൈ നിന്നിട്ട് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ നിങ്ങൾ ഈ വ്യക്തിയോട് പറയാ, ഇനി പഴയ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ കുറെ മാറി. നിങ്ങൾ മാറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങളും നിങ്ങളുടെ സ്വഭാവം കുറെ മാറുക. നിങ്ങളുടെ പഴയ സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഇനിയും പഴയ പോലെ ആവും. കാരണം എന്റെ സ്വഭാവം വളരെയധികം മാറിയിട്ടുണ്ട്. ഞാൻ ഈ പരിതസ്ഥിതിയിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പഴയ പോലെ പെരുമാറാൻ പറ്റില്ല. അത് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുകയും പാടില്ല എന്ന കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ ഈ വ്യക്തിയോട് ആവശ്യമില്ലാതെ വഴക്കിടുക, ഈഗോ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യാതെ നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കുക. നിങ്ങൾ വളരെ കഴിവുള്ള, വളരെ തന്നെത്താനെ ജീവിക്കാൻ നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെത്താനെയാണ് ജീവിച്ചത്. സോറി, ഈ വ്യക്തിയാണ് വരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല എന്ന്. കാരണം നിങ്ങൾക്ക് തന്നെത്താനെ ജീവിക്കാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കി തന്നു വ്യക്തി. അത് ഈ വ്യക്തിയുടെ തെറ്റാണ്. മനസ്സിലായോ? അവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്. അപ്പോ നിങ്ങൾ ഈ വ്യക്തിയോട് വളരെ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് പെരുമാറണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ പഴയ പോലെ തന്നെ പോകും. പിന്നെ ഈ വന്നതിന് ഒരു കാര്യവുമില്ല. മനസ്സിലായി? പിന്നെയും ഇതേ ചക്രമാ. നമ്മള് ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ പ്രശ്നമായി, രണ്ടാമത്തെ റിലേഷൻഷിപ്പിൽ ഇത് ഒരേ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്ന